ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ കെ. സുരേന്ദ്രൻ മാതൃഭൂമി ന്യൂസിനൊപ്പം ചേരുകയാണ്. നിർണായകമായൊരു തെരഞ്ഞെടുപ്പ് ഏതാനും ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. സന്ദീപ് വാര്യർ ഇപ്പോൾ കൈകൊടുത്തിരിക്കുകയാണ്. ഇത് ബി.ജെ.പി. എത്രത്തോളം ബാധിക്കും? ഇത് ബി.ജെ.പിയെ ബാധിക്കില്ലെന്ന് മാത്രമല്ല, സുപ്രധാനമായ പല കാര്യങ്ങളും ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ചയാവാൻ ഇത് കാരണമായി എന്നുള്ളതാണ്. ഒന്നാമത്തെ കാര്യം, സന്ദീപ് വാര്യർ ഇപ്പോൾ ചേർന്നിരിക്കുന്ന പാർട്ടി എന്ന് പറയുന്നത് പാലക്കാട്ടെ നിയമസഭാ മണ്ഡലത്തിൽ വളരെയധികം സ്വാധീനം ചെലുത്തുന്ന രണ്ട് ദാരുണമായ കൊലപാതകങ്ങൾ, പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ നടത്തിയ അതിദാരുണമായിട്ടുള്ള രണ്ട് കൊലപാതകങ്ങൾ, ഒന്ന് ശ്രീനിവാസന്റെ കൊലപാതകവും മറ്റൊന്ന് സഞ്ജിത്തിന്റെ കൊലപാതകവും. ആ കൊലപാതകം നടത്തിയത് പോപ്പുലർ ഫ്രണ്ടാണ്. പോപ്പുലർ ഫ്രണ്ടിന്റെ നിരോധനത്തിന് തന്നെ കാരണമായ കൊലപാതകങ്ങളിൽ, അവർ ഏജൻസി പറഞ്ഞ കൊലപാതകങ്ങളിൽ ഒരു കൊലപാതകം ഈ പറയുന്ന ശ്രീനിവാസന്റെ കൊലപാതകമാണ്. ആ കൊലപാതകം നടത്തിയ PFIയുടെ രാഷ്ട്രീയ പാർട്ടിയുമായിട്ട് SDPIയുമായിട്ട് കോൺഗ്രസ് കൂട്ടുചേർന്നിരിക്കുകയാണ്. SDPIയുടെ പരസ്യമായ പിന്തുണ കോൺഗ്രസിനാണ് കൊടുത്തിരിക്കുന്നത്. ആ SDPI നേതാക്കളോടൊപ്പം PFI നേതാക്കളോടൊപ്പം ചർച്ച നടത്തിയതിന് ശേഷമാണ് ഇങ്ങനെ ഒരു നീക്കം കോൺഗ്രസ് നടത്തിയത്. ചർച്ച നടത്തിയെന്ന് മാത്രമല്ല, സഞ്ജിത്തിൻ്റെയും ശ്രീനിവാസൻ്റെയും കൊലയാളികളുടെ ബന്ധുക്കളുമായിട്ടും VD സതീശൻ ചർച്ച നടത്തി. വളരെ വ്യാപകമായ തോതിൽ PFI ആരാധനാലയങ്ങൾ കയറി അവരുടെ നോട്ടീസ് വിതരണം നടന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ മാധ്യമങ്ങളിലെല്ലാം കണ്ടു. മാത്രമല്ല, ഗ്രീൻ ആർമി എന്നുള്ള ഒരു പ്രചാരണം അവർ പ്രത്യേകം ഏറ്റെടുത്തിരിക്കുക. സന്ദീപിന്റെ ഒരു എൻട്രി എങ്ങനെയാണ്? അപ്പോൾ ഒരു ഒന്നാമത്തെ കാര്യം, നിർണായക ക്യാച്ചായിട്ടാണ്. കാരണം KPCC അധ്യക്ഷൻ ഇരിക്കുന്നു, അതോടൊപ്പം തന്നെ പ്രതിപക്ഷ നേതാവ് ഇരിക്കുന്നു. ഇത്രയും നാൾ ചാനൽ ചർച്ചകളിലൊക്കെ തന്നെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ ജ്യോതികുമാർ ചാമക്കാലെ ഒക്കെ തന്നെ സ്വീകരിക്കുകയാണ്. ഒന്നാമത്തെ കാര്യം, ഈ അപ്പൂപ്പൻ താടികളെ കണ്ടിട്ട് നിങ്ങൾ ഇങ്ങനെ ചോദിക്കരുത്. ഞങ്ങൾ ആകാശത്ത് പറന്ന് നടക്കുന്ന അപ്പൂപ്പൻ താടികളല്ല. സംഘപരിവാർ പ്രവർത്തകരെന്ന് പറഞ്ഞാൽ ഭൂമിയിൽ കാലുറപ്പിച്ചിട്ടുള്ള പടയാളികളാണ്. അത് 23-ാം തീയതി നിങ്ങൾക്ക് ബോധ്യമാവും. എനിക്ക് സതീശനോട് ഒറ്റ അഭ്യർത്ഥനയുള്ളൂ, 23 കഴിഞ്ഞ് ഇങ്ങോട്ട് തന്നെ തരരുത്. ജൂനിയർ മാൻഡ്രാക്ക് എന്ന് പറഞ്ഞൊരു സിനിമയുണ്ട്, അതുപോലെ ഇപ്പോൾ ഇങ്ങോട്ട് തരരുത്, പിടിച്ചു നിർത്തണം അവിടെ തന്നെ. ഈ അപ്പൂപ്പന്താടികളെയാണോ അപ്പോൾ ബി.ജെ.പിയുടെ ആശയം പറയാൻ ഇത്രയും നാൾ ചാനൽ ചർച്ചകളിലൊക്കെ വിട്ടിരുന്നു? സോഷ്യൽ മീഡിയയിലും ചാനൽ ചർച്ചകളിലും പോയിട്ട് പറയുന്നവർക്കൊരു ധാരണയുണ്ട്. ആ ധാരണ തിരുത്തപ്പെടുന്ന ഒരു തെരഞ്ഞെടുപ്പായിരിക്കും ഇത്. അത് നിങ്ങൾക്ക് 23-ാം തീയതി കാണാമെന്ന്. ഞാൻ VD സതീശനോട് വളരെ വിനയത്തോടെ ചലഞ്ച് ചെയ്യുന്നു. 23-ാം തീയതി പാലക്കാട്ട് UDF തോറ്റാൽ സതീശൻ പ്രതിപക്ഷ നേതൃസ്ഥാനം രാജിവെക്കുമോ? നിങ്ങൾ ചോദിക്കണം സതീശനോട്. UDF പാലക്കാട് തോറ്റാൽ, BJP പാലക്കാട് ജയിച്ചാൽ പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് VD സതീശൻ തുടരുമോ ഇല്ലയോ? അതോടൊപ്പം തന്നെ ഈ തെരഞ്ഞെടുപ്പിന്റെ ഒരു നിർണായക ഘട്ടത്തിലാണല്ലോ ഇത്തരം ഒരു നീക്കം നടത്തുന്നത്. അതൊരു പൊളിറ്റിക്കൽ ഗെയിം അല്ലേ? കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് ഒരു വലിയ പൊളിറ്റിക്കൽ ഗെയിം അല്ലേ? നേരത്തെ മനസ്സിലാക്കിയതാണ്. എന്തൊക്കെ സംഭവിക്കും എന്നുള്ളത് നേരത്തെ മനസ്സിലാക്കിയവർക്ക് ഇത്തരം പരിഭ്രമൊന്നുമില്ല. അതാണോ കാത്തിരുന്ന് കാണാം എവിടെ വരെ പോകുന്നു നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞു? എനിക്കറിയാം എവിടെ വരെ പോകുന്നു, അവിടെ എന്ത് സംഭവിക്കുന്നു എനിക്കറിയാം. ഞങ്ങൾക്കറിയാം അവിടെ എന്താണ് സംഭവിക്കാൻ പോകുന്നത്. എനിക്ക് മുരളീധരൻ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടല്ലോ. വെറുപ്പിൻ്റെ കടയിൽ നിന്ന് സ്നേഹത്തിൻ്റെ കടയിലേക്ക് വന്നവർ 23 കഴിഞ്ഞ് സ്നേഹത്തിൻ്റെ കടയിൽ നിന്ന് വെറുപ്പിൻ്റെ കടയിലേക്ക് തന്നെ പോരുതെന്നാണ് മുരളീധരൻ പറഞ്ഞത്. അതിലെല്ലാം ഉണ്ട്. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് കാലേക്കുട്ടി മനസ്സിലാക്കാനുള്ള ബുദ്ധി മുരളീധരനുണ്ട്. ഈ സന്ദീപ് വാര്യർ പറഞ്ഞ മറ്റൊരു കാര്യം, കെ. സുരേന്ദ്രനും സംഘവുമാണ് താൻ ഇവിടെ ഇരിക്കുന്നതിലെ പ്രധാന ഉത്തരവാദി എന്നാണ്. വ്യക്തിപരമായ ആരോപണമാണ് നേരിട്ടുള്ളത്. അല്ല, കെ. സുരേന്ദ്രനുമായാലും സംഘമായാലും ഇതെല്ലാം ഒരേ കാര്യം തന്നെയാണ് ചെയ്യുന്നത്. സംഘപ്രവർത്തകരും കെ. സുരേന്ദ്രനൊക്കെ ചെയ്യുന്നത് ഈ നാട്ടിലെ ജനങ്ങളുടെ ആവശ്യങ്ങളുമായിട്ട് പോവുകയാണ്, ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുകയാണ്. കെ. സുരേന്ദ്രൻ എന്തെങ്കിലും ഒരു പ്രത്യേകത ഇതിലില്ല. ഈ സംഘത്തിൽ തന്നെയാണ് ഞങ്ങളെല്ലാവരും. ആ സംഘത്തിലിരിക്കുന്ന പല ആളുകളും ഇപ്പോൾ അവർക്ക് വെറുക്കപ്പെട്ടവനായിട്ടുണ്ടെങ്കിൽ അത് പോയത് PFIയുടെ കൂടെ ആയതുകൊണ്ടാണെന്ന്. അത് എത്ര വേവലാതി എന്താ അതിനുള്ളത്? ഈ നേരത്തെ എന്തോ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടതിൻ്റെ പേരിൽ നടപടിയെടുത്തു, കാരണം വ്യക്തമാക്കിയിട്ടില്ല എന്നൊക്കെയാണ് പറഞ്ഞിരുന്നത് BJP. കാരണം വ്യക്തമാക്കാൻ പറ്റാത്തത് കൊണ്ടാണ്. നമ്മളെപ്പോഴും സ്വീകരിക്കേണ്ട ചില മര്യാദകളുണ്ട്. ആ മര്യാദകൾ എപ്പോഴും പാലിക്കണമെന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. ഇതിപ്പോൾ ഒരാൾ പോയി വന്നതൊന്നുമില്ല. പൊളിറ്റിക്സ് എന്ന് പറയുന്നത് ദീർഘകാലത്തേക്കുള്ളൊരു രാഷ്ട്രീയ സംവിധാനമാണ്. അപ്പോൾ അത്തരം ഘട്ടങ്ങളിലൊന്നും ഒരു സദാചാരത്തിൻ്റെയും മാന്യതയുടെയും അതിർവരമ്പുകൾ ലംഘിക്കപ്പെടാതെ പോകണം എന്ന് വിചാരിക്കുന്നതാണ് കുഴപ്പമെങ്കിൽ ഞാൻ പറഞ്ഞേക്കാം. പക്ഷെ അത് പറയാത്തത് അങ്ങനെ പറയുന്നത് ശരിയല്ല എന്ന് വിചാരിച്ചിട്ടാണ്. സന്ദീപുമായി ഇതിനിടയ്ക്കിലൊക്കെ ചർച്ച ഉണ്ടായിരുന്നു, അതോ ചർച്ച ബ്രേക്ക് ചെയ്തിരുന്നു? BJP ഇനി പോകുമെന്നുണ്ട്. ചർച്ച ചെയ്യാൻ മാത്രം നിങ്ങൾ പെരുപ്പിക്കുന്ന ഒരാളാണെന്ന്. ചർച്ച ചെയ്യാൻ മാത്രമൊന്നുമില്ല. അദ്ദേഹത്തെ ഞാൻ പരസ്യമായിട്ട് തന്നെ എല്ലാവരും ഒരുമിച്ച് പ്രവർത്തിക്കണം എന്ന് പറഞ്ഞതാണ്. അതിൽ കൂടുതൽ എന്ത് ചർച്ച ചെയ്യാനാണ്? പ്രകാശ് ജാവ്ദേക്കർ തന്നെ പറഞ്ഞല്ലോ. എന്ത് പ്രസക്തിയാണുള്ളത്? അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരുന്നത് ഈ 3-4 ദിവസം ആരും വന്നില്ല, അങ്ങനെ ഒരു സ്നേഹത്തിന്റെ കടയിലേക്ക് പോകുന്നു എന്നൊക്കെയാണ് പറഞ്ഞത്. ഒരു കസേരയുടെ പേരിലല്ലേ ഇപ്പോൾ പ്രശ്നം മുഴുവൻ ഉണ്ടായത്?
അവിടെ 35 നേതാക്കൾ പുറത്തിരിക്കുന്നുണ്ടായിരുന്നു. ഞങ്ങൾക്ക് എല്ലാവർക്കും കസേര കൊടുക്കാൻ പറ്റുമോ ഒരു യോഗത്തിൽ? ഇപ്പം ഞാൻ എത്ര കസേരയിൽ ഇരിക്കുന്നില്ല, എത്ര പരിപാടികളിൽ ഞാൻ ഇരിക്കുന്നില്ല. എൻ്റെ സഹപ്രവർത്തകർ എല്ലാവരും കസേരയിൽ ഇരിക്കുമ്പോൾ ഞാൻ താഴെയാണ് ഇരിക്കുന്നത് പല സ്ഥലങ്ങളിലും. ഒരു കസേരയ്ക്ക് വേണ്ടിയിട്ട് പാർട്ടി വിടുക, എന്നിട്ട് വലിയ സിദ്ധാന്തം പറയുക, ഒരു ന്യായമേ അല്ല. നിങ്ങളൊക്കെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സംസാരിക്കുമ്പോൾ സംഘകുടുംബമാണ് അല്ലെങ്കിൽ സ്നേഹമാണ് ഇതിൻ്റെ അടിസ്ഥാനം എന്നൊക്കെ നിങ്ങൾ പറയുന്നു. പക്ഷേ വിദ്വേഷമാണ് അവിടെ. അങ്ങനെ സ്നേഹത്തിന്റെ ഒരു ഇതുപോലും അവിടെ പോലും ഇല്ല എന്നാണ് സന്ദീപ് വാര്യർ പറയുന്നത്. സ്നേഹത്തിന്റെ കടയിൽ അദ്ദേഹത്തിന് വലിയ വലിയ പദവികൾ കിട്ടട്ടെ. സ്നേഹത്തിന്റെ കടയിൽ നിന്ന് അദ്ദേഹത്തിന് വാരി വിതറാൻ കഴിയട്ടെ സ്നേഹം. കോൺഗ്രസിന്റെ മോഹബത്ത് കി ദുക്കാൻ ഇന്ത്യ മുഴുവൻ കണ്ടു കഴിഞ്ഞതാണ്. അതുകൊണ്ട് ആ സ്നേഹത്തിൻ്റെ കടയിൽ സന്ദീപ് സുന്ദരമായിട്ട് സ്വച്ഛന്തമായിട്ട് വിഹരിക്കട്ടെ, സ്നേഹം വാരി വിതറട്ടെ. 23 കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി പറയാം. സന്ദീപ് പോയതുകൊണ്ട് കുറെ കൂടി യൂണിറ്റി വന്നിട്ടുണ്ടോ, അങ്ങനെ തോന്നുന്നുണ്ടോ? അല്ലെന്ന് ആളുകൾക്ക് ഇതൊന്നും ഒരു വിഷയമേ അല്ലെന്ന്. ആളുകൾ ഇതൊക്കെ ഈ മാധ്യമങ്ങൾ പറയുന്നത് കേട്ടിട്ടാണ് തെരഞ്ഞെടുപ്പ് പരാജയവും വിജയവും തീരുമാനിക്കുന്നത്. ഹരിയാനയിൽ ഇപ്പം BJP ഒലിച്ചു പോയനെ, കഴിഞ്ഞ എല്ലാ കാശ്മീരിൽ BJP ഒലിച്ചു പോയതിന്. ഇപ്പം മഹാരാഷ്ട്രയിൽ BJP ഒലിച്ചു പോകും, ജാർഖണ്ഡിൽ BJP ഒലിച്ചു പോകും, തൃശ്ശൂരിൽ സുരേഷ് ഗോപി 3ാം സ്ഥാനത്ത് പോകുന്നല്ലേ പറഞ്ഞത്. നമുക്ക് അതിരുന്ന് കാണാം. ഞങ്ങൾ നല്ല കോൺഫിഡൻ്റ് ആണ്. ഈ മണ്ഡലത്തിൽ കോൺഗ്രസ് പരാജയപ്പെടും, BJP ജയിക്കും.